നമസ്കാരം. കേരള സ്റ്റോറി 2 വൻ വിവാദമായി കേരളത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. SFI ഓടി നടന്ന് ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയാണ്. കലാലയങ്ങൾ മുഴുവൻ പോർക്കിൻ്റെ ഇറച്ചിയും കൂടി വിഴുങ്ങി കൊടുത്തൂടെ സഖാക്കളെ എന്ന് ചോദിക്കുമ്പോൾ വയനാട്ടിൽ ഫണ്ട് പിരിവിന് വേണ്ടിയിട്ട് പോർക്ക് ഫെസ്റ്റ് നടത്തിയപ്പോൾ ഉമർ ഫൈസി ഒന്ന് വിളിച്ച് വരട്ടിയതാണ്. അതുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്താറില്ല എന്ന് സഖാക്കൾ പതിഞ്ഞ സ്വരത്തിലെങ്കിലും നിങ്ങളോട് പറയുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വിവാദമല്ല വിഷയം. കേരള സ്റ്റോറിയുടെ ഒരു ഗാനം ഇന്നലെ പുറത്തിറങ്ങി. അപ്പോൾ 26-ാം തീയതി ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ അതിനു മുമ്പ് ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു ഗാനം ഓമായി എന്നുള്ളൊരു ഗാനം പുറത്തിറങ്ങി. അപ്പോൾ സിനിമയുടെ ഒരു പ്രചാരണമല്ല ഉദ്ദേശം. അല്ല, അതൊന്ന് തിരുത്തി പറയട്ടെ, സിനിമയുടെ പ്രചാരണം തന്നെയാണ് ഉദ്ദേശം. പക്ഷേ സിനിമാ സംബന്ധിയായ ഒരു വാർത്തയല്ല നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഗാനത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഞാൻ ആ ഗാനത്തിൽ നിരീക്ഷിച്ച ചില കാര്യങ്ങൾ പറയുവാനാണ്. ഏതാണ്ട് 3 മിനിറ്റ് 15 സെക്കൻഡോളം സമയം, ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നേക്കാം, ദൈർഘ്യമുള്ളൊരു ഗാനമാണ്. ആ ഗാനം നിങ്ങളെല്ലാവരും ഒന്ന് യൂട്യൂബിൽ കാണുവാൻ ശ്രമിക്കുക. കേരള സ്റ്റോറി 2 സോങ് എന്ന് സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബിൽ നിങ്ങൾക്ക് ആ ഗാനം കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ഗാനത്തിൻ്റെ രംഗങ്ങൾ 3 പെൺകുട്ടികളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചില സൂചനകളാണ് ആ ഗാനത്തിലൂടെ നമ്മളോട് നൽകുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്, അത് ആദ്യമേ എടുത്തു പറയട്ടെ. പക്ഷേ നമുക്ക് സംസാരിക്കാനുള്ളത് ആ ദൃശ്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ 3 പെൺകുട്ടികളും അനിസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതേതര പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നതാണ്, ഹൈന്ദവ പശ്ചാത്തലങ്ങളിൽ നിന്ന് തന്നെ വരുന്നവരാണ്. അവരുടെ എല്ലാ മാതാപിതാക്കൾ ഈ പെൺകുട്ടികളെ അത്യധികം സ്നേഹത്തോടുകൂടിയും പരിലാളനയോടുകൂടിയും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പൂർണ്ണമായ ശ്രദ്ധ നൽകിയും വളരെയധികം സ്നേഹത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന പെൺകുട്ടികളാണ് അവരെന്നുള്ളത് ആ ഗാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ആ കാണിക്കുന്ന രംഗങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിലെത്തുന്ന വളരെ ഹൃദയസ്പർശിയായ രംഗങ്ങളാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പെൺകുട്ടികളിൽ പ്രണയമെന്ന വികാരം വന്നുകൂടുകയും അതിലൂടെ അവർക്കുണ്ടാകുന്ന ഒരു പരിണാമവുമാണ്. അതിലുമുപരി ഈ പ്രണയമെന്ന ഏറ്റവും ദിവ്യമെന്ന് മനുഷ്യൻ കരുതുന്ന, കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ വികാരങ്ങൾ വളരെ വിരലിലെണ്ണാവുന്നത്ര അടിസ്ഥാന വികാരങ്ങളെ മനുഷ്യനുള്ളൂ. വിശപ്പ്, ദാഹം, രതി, ഭയം, ഈ 4 വികാരങ്ങൾ മാത്രമേ അടിസ്ഥാന വികാരങ്ങളായി മനുഷ്യനിലുള്ളൂ. സന്തോഷം പോലും നാം സൃഷ്ടിച്ചെടുക്കുന്ന, നമ്മുടെ സമൂഹം നമ്മളിലേക്ക് പകരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതം നമ്മളിലേക്ക് പകരുന്ന ഒരു അവാന്തര അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഇമോഷനാണ്. വിശപ്പ്, ദാഹം, രതി, ഭയം, ഈ 4 വികാരങ്ങൾ കഴിഞ്ഞാൽ മറ്റെന്തും നമ്മളിലേക്ക് ഉണ്ടായി വരുന്ന വികാരങ്ങളാണ്, ഒരു ഉപാന്തരമായിട്ടുള്ള വികാരങ്ങളാണ്. അപ്പോൾ ഈ അടിസ്ഥാന വികാരങ്ങളിലൊന്നായ രതിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഈ പ്രണയമെന്നുള്ളൊരു വികാരം അടിസ്ഥാന വികാരത്തിൽ അടിസ്ഥിതമായതുകൊണ്ട് തന്നെ ദിവ്യമായിട്ടാണ് മനുഷ്യൻ കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹമായി ജീവിക്കുന്ന മനുഷ്യൻ കരുതി വരുന്നത്. അതിന് ഒരു പ്രത്യേക സ്ഥാനം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്, പ്രണയത്തിന്. രതിക്കുമുണ്ട്. പ്രണയത്തിൻ്റെ കാര്യമാണ് നാം ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആ പ്രണയത്തിൽ പോലും ചതി ഒളിപ്പിച്ച് വെച്ച്, ഭക്ഷണത്തിലായാലും പ്രണയത്തിലായാലും മതത്തിൻ്റെ ചതി ഒളിപ്പിച്ച് വെച്ച് നമ്മുടെ പെൺകുട്ടികളെ, അതായത് നിഷ്കളങ്കരായി മാതാപിതാക്കളുടെ സ്നേഹം മാത്രം അറിഞ്ഞ് ലോകപരിചയമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചതികളെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാതെ ഇതിലേക്ക് ചെന്നപ്പെടുന്ന പെൺകുട്ടികളുടെ ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന പരിവർത്തനം, ആ പ്രണയിതാവിനെ വിശ്വസിച്ച് അത്രയും കാലം അവരെ സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളിൽ നിന്ന് പോലും പലതും മറച്ചു വെച്ച് ആ പ്രണയിതാവിൻ്റെ മതം സ്വീകരിക്കുവാനുള്ളൊരു ത്വര അവരിൽ വളരുന്നത്, അതവരെ കൊണ്ട് എത്തിക്കുന്ന അപകടങ്ങൾ. അതിൽ ഒരു ദൃശ്യമുണ്ട്. ഇത്തരത്തിൽ ആ പെൺകുട്ടി, ഈ 3 പെൺകുട്ടികളിൽ ഒരാൾ അവരെ വിട്ടുപോയി, പ്രണയത്തിലകപ്പെട്ട് അതിൽ പൂർണ്ണമായി അടിമപ്പെട്ട് ഈ കമിതാവിൻ്റെ കൂടെ ഒളിച്ചോടി ആ പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്ന മാതാപിതാക്കളുടെ പരിഭ്രാന്തി ചില ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. ആ മാതാപിതാക്കൾ ഒരു അടച്ചിട്ട മുറിയിൽ ചെന്ന് വാതിലിൽ തട്ടുമ്പോൾ അവരുടെ പിന്നിലൂടെ അടിമുടി കറുപ്പിൽ മൂടി ബുർഖയും പർദ്ദയും ഒക്കെ അണിഞ്ഞ് ആ പെൺകുട്ടി തന്നെയാണെന്ന് പോലും തോന്നിക്കാത്ത രീതിയിൽ വളരെ മങ്ങിയൊരു തരത്തിൽ ഒരു പെൺകുട്ടിയും യുവാവും നടന്നു പോകുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ഇനി സംവിധായകൻ അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, പക്ഷേ ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ പ്രണയം എന്നുള്ള ദിവ്യമായ വികാരത്തിൻ്റെ പിന്നിൽ ഒളിപ്പിച്ച ചതിയിലൂടെ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു പരുവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടികളെ മാറ്റുന്ന ഒരു ചതിയെയാണ് ലവ് ജിഹാദ് എന്ന് പറയേണ്ടത്. അതിന് ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണം ഒന്നുകിൽ ഹാദിയാകാം, അല്ലെങ്കിൽ നിമിഷ ഫാത്തിമയാകാം.
സ്വന്തം മാതാവായ ബിന്ദു ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പവും കിഴങ്ങ് കറിയും കഴിക്കാനായിട്ട് പഴയ നിമിഷയായി മകൾ തിരിച്ചു വരുമെന്നുള്ളത്. മകളുടെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. അവർക്ക് തിരിച്ചു വരുവാൻ സാധിക്കാത്ത രീതിയിൽ അവർ മനപരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മനപരിവർത്തനം ചെയ്യപ്പെട്ട ശേഷമാണ് മതപരിവർത്തനം ചെയ്യപ്പെട്ട് അവർ എന്ന് തന്നെ പറയേണ്ടി വരും. ആദിയുടെ കാര്യത്തിലാണെങ്കിൽ എന്തൊക്കെയോ ഭയം ആ കുട്ടിയെ വേട്ടയാടുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. സത്യാവസ്ഥ ആർക്കും അറിയില്ല. കാരണം ഏതാണ്ടൊരു തമോഗർത്തത്തിലേക്ക് തള്ളപ്പെട്ട അവസ്ഥയിലാണ് ആ കുട്ടിയുടെ വസ്തുതകളോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇപ്പോഴുള്ള സ്ഥിതിഗതികളോ ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിവർത്തനം വളരെ കൃത്യമായി ആ ദൃശ്യത്തിലൂടെ പ്രേക്ഷകരുമായി സംവദിക്കാൻ ഈ ഗാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ സംവിധായകൻ ഒരു യാദൃശ്ചികമായി വന്ന് ഭവിച്ചൊരു ദൃശ്യമാകാം. നാളെ സംവിധായകൻ പറഞ്ഞേക്കെ ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷേ അത്തരത്തിലൊരു സംവേദനശീലത, സംവേദനക്ഷമത ആ ദൃശ്യത്തിനുണ്ടെന്നുള്ളത് തന്നെയാണ് കേരള സ്റ്റോറി 2വിനെ നിങ്ങൾ ഓരോരുത്തരും കാണേണ്ട ഒരു ചിത്രമാകുന്നത്. കാണുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കേരളത്തിൽ എത്രത്തോളം സ്ക്രീനുകൾ ഈ സിനിമയ്ക്ക് ലഭ്യമാകുമെന്നുള്ളതും എനിക്കറിയില്ല. കാണുവാൻ ശ്രമിക്കുക, എവിടുന്നെങ്കിലും കാണുവാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ നിർമ്മാതാക്കളോട്, വിപിൽ അമൃതലാൽ ഷാ അദ്ദേഹമാണ് ഇതിൻ്റെ നിർമ്മാതാവ്, അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന വയ്ക്കുക. കൂടുതൽ സ്ക്രീനുകൾ ഇതിനെ ലഭ്യമാക്കുവാൻ ശ്രമിക്കുവാനുള്ള അഭ്യർത്ഥന വയ്ക്കുക. കാരണം പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ, സഹോദരന്മാരാണ് നിങ്ങളെങ്കിൽ, ഹൈന്ദവ ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. അതിനെതിരെയുള്ള പ്രചാരണങ്ങൾ നിരവധി ഉണ്ടാകും. അതിൽ ബീഫ് കഴിക്കുന്നത് കാണിക്കുന്നു. നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമല്ലേ? ബീഫ് ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ചില്ലെങ്കിൽ ട്രെൻഡിന് പുറത്തായി പോകും. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ആരെയാണ് ഇങ്ങനെ ബലമായി ബീഫ് കഴിപ്പിക്കുന്നത്? ഒരു സംഭവം കാണിച്ചു തരൂ. കേരളത്തിൽ അല്ലെങ്കിൽ മീററ്റിലുണ്ടായിട്ടുണ്ട്. ഇത് ഭാരതം മുഴുവൻ നടക്കുന്നൊരു കഥയാണ്. കേരള സ്റ്റോറിയുടെ തുടർച്ചയായതുകൊണ്ട് കൂടിയാണ് കേരള സ്റ്റോറി 2 എന്നുള്ള പേര് ഇതിനിട്ടത്. മാത്രമല്ല ഐസിസ് പോലുള്ള ഭീകര സംഘടനകളിലേക്ക് ഏറ്റവും അധികം അവരുടെ PSC വഴി, നമ്മുടെ PSC എന്നല്ല ഞാൻ പറയുന്നു, അവരുടെ ആളെ എടുക്കുന്ന സംവിധാനം വഴി ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണെന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് കേരളം ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാണ്. പക്ഷേ ഇവിടെ ചെകുത്താന്മാരില്ല എന്ന് പറയരുത്. കൃത്യമായിട്ടുള്ള മതഭ്രാന്ത് പിടിച്ചിട്ടുള്ള ചെകുത്താന്മാരുടെ ഒരു വിളനിലമാണ്, അല്ലെങ്കിൽ സർവകലാശാല തന്നെയാണ് കേരളം എന്നുള്ളത് നിരവധി സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അത് ഉൾക്കൊള്ളുവാൻ നമ്മെ അനുവദിക്കാത്ത തരത്തിൽ ഒരു പ്രചാരണം, ഒരു പൊതുബോധം സൃഷ്ടിക്കുവാൻ ബോധപൂർവമായൊരു ശ്രമം നടക്കുന്നതിലൂടെ മാത്രം ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അത് ആ ഒരു അലോസരപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ട എന്നുള്ള തരത്തിൽ നാം അതിന് നേരെ മുഖം തിരിച്ച് നിൽക്കുന്നു. എത്ര കാലം നമ്മളിങ്ങനെ മുഖം തിരിച്ച് നിൽക്കും എന്നുള്ളത് ഒരു ചോദ്യം കൂടിയാണ് കേരള സ്റ്റോറി 2വിൻ്റെ ഈ ഗാനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്. കേരള സ്റ്റോറി 2 കേരള സ്റ്റോറി പോലെ നമ്മെ പിടിച്ചു കുലുക്കുന്ന ഒരു ചിത്രമായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു ചിത്രമായിരിക്കുമോ എനിക്കറിയില്ല. അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തെക്കുറിച്ചും ഒന്നും സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ മാറുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ തൽക്കാലം സമയമായിട്ടില്ല. കണ്ടതിന് ശേഷം പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ആവാം. പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ ഗാനം നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന ചിന്തകളെക്കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ ഉണർത്തേണ്ട വികാരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണർത്തേണ്ട ചിന്തകളെക്കുറിച്ച് മാത്രമാണ്. പ്രണയത്തിലായാലും ഭക്ഷണത്തിലായാലും മതം കലർത്തി, അതിൻ്റെ ചതി കലർത്തി നമ്മുടെ പെൺകുട്ടികളെ വലയിലാക്കുവാനുള്ള കാട്ടാളന്മാർ പതുങ്ങിയിരിപ്പുണ്ടോ നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ള സൂചന കൂടിയാണ് കേരള സ്റ്റോറി 2വും ഈ ഗാനവും പ്രേക്ഷകർക്കും എനിക്കും നൽകുന്നത്, അല്ലെങ്കിൽ നൽകേണ്ടത്. തൽക്കാലം അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.